മാർച്ച് 2024 ടു വീലർ EV സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നിട്ടുള്ള മാസമായിട്ടാണ് ഇത് അറിയപ്പെടാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 50,000-ഓളം വണ്ടികളാണ് വിറ്റുപോയത്. അതായത് ഞാൻ പറഞ്ഞത് ഓലയുടെ കേസാണെങ്കിൽ തന്നെ 50,000-നടുത്ത് വണ്ടികൾ ഒരു മാസം തന്നെ സെയിൽസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നിട്ടൊരു മാസമായിട്ടാണ് ഈ മാർച്ച് അറിയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ടു വീലർ EV സെഗ്മെന്റിൽ ഓരോ ബ്രാൻഡ് എന്തുമാത്രം വണ്ടി കഴിഞ്ഞ മാസം വിറ്റു എന്നുള്ള കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടാൽ മതി, ഞാൻ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ടോപ്പ് 10 ഇലക്ട്രിക് ടു വീലേഴ്സ് ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിനെക്കുറിച്ചൊന്നുമല്ല, ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 10 ഇലക്ട്രിക് 4 വീലേഴ്സ് ആണ്. അതായത് കാർ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് തന്നിട്ടുള്ള ഏതൊക്കെ വണ്ടിയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. വീഡിയോയിൽ പോകുന്ന മുന്നേ ആയിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങളെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ടോട്ടൽ സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർച്ച് മാസം സെയിൽ നടന്നിരിക്കുന്നത് 8,686 യൂണിറ്റ്സ് ആണ്. അതേ സ്ഥാനത്ത് നമ്മൾ ഫെബ്രുവരി മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ 8,273 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ മന്ത് ഓൺ മന്ത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് 4.99% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ നമ്മൾ പറയുകയാണെങ്കിൽ നെഗറ്റീവ് 1.6% ഡിപ്രിസിയേഷൻ ആണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ ടോപ്പ് 10 നമ്മൾ നോക്കുകയാണെങ്കിൽ 10ാം സ്ഥാനം നിൽക്കുന്നത് കിയ ഇന്ത്യയുടെ വണ്ടികളാണ്. അവർക്ക് ഫെബ്രുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 20 യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. അതേ സ്ഥാനത്ത് മാർച്ച് ആയപ്പോൾ 33 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചു. നമ്മൾ മന്ത് ഓൺ മന്ത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് 65% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ തന്നെ 0.28% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ 9ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ വോൾവോയുടെ വണ്ടിയാണ് നിൽക്കുന്നത്. ഫെബ്രുവരി മാസം അവർക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചത് 41 യൂണിറ്റ്സ് ആണ്. അതേ സ്ഥാനത്ത് മാർച്ച് ആയപ്പോൾ 38 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് 7.3% ഡിപ്രിസിയേഷൻ കാണിക്കുന്നത്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 0.4% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ 8ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ മെർസിഡസ് ബെൻസ് ആണ് 8ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവർക്ക് ഫെബ്രുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 42 യൂണിറ്റ്സ് ആണ്. മാർച്ച് മാസം ആയപ്പോൾ 45 ഇൻക്രീസ് ആയി. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ 7.14% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 0.51% ഗ്രോത്താണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ 7ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ BMW ആണ് 7ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവർക്ക് ഫെബ്രുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 125 വണ്ടികളാണ്. പക്ഷേ മാർച്ച് ആയപ്പോൾ 65 വണ്ടി മാത്രമേ സെയിൽ ചെയ്യാൻ സാധിച്ചുള്ളൂ. നമ്മൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ 48% ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 0.75% ഗ്രോത്തും കാണിക്കുന്നുണ്ട്. 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് BYD മോട്ടോഴ്സ് ആണ്. അതിൽ ഫെബ്രുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 141 യൂണിറ്റ്സ് ആണ്. പക്ഷേ മാർച്ച് മാസം ആയപ്പോൾ 132 കുറഞ്ഞു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ നെഗറ്റീവ് 6.3% ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ പോസിറ്റീവ് 1.52% ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ടോപ്പ് 5 നമ്മൾ നോക്കുകയാണെങ്കിൽ 5ാം സ്ഥാനം നിൽക്കുന്നത് ഹുണ്ടായി ആണ്. അവർക്ക് ഫെബ്രുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 116 യൂണിറ്റ്സ് ആണ്. അതേ സ്ഥാനത്ത് മാർച്ച് ആയ സമയത്ത് 141 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ പോസിറ്റീവ് 21.5% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 1.62% ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അടുത്ത 4ാം സ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ നിൽക്കുന്നത് സിട്രോൺ വണ്ടിയാണ്. അത് ഫെബ്രുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ച 78 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ നേരെ മറിച്ച് മാർച്ച് ആയപ്പോൾ 177 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ പോസിറ്റീവ് 126.9% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിലും ഗ്രോത്ത് ആണ് 2.04% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അടുത്ത ടോപ്പ് 3 ആണ്. അപ്പോൾ ടോപ്പ് 3 നിൽക്കുന്നത് മഹേന്ദ്രയാണ്. അവർക്ക് ഫെബ്രുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 610 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചു. അതേ സ്ഥാനത്ത് മാർച്ച് ആയപ്പോൾ 634 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ 3.9% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 7.32% ഗ്രോത്താണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ ടോപ്പ് 2 നമ്മൾ നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനം നിൽക്കുന്നത് MG മോട്ടോഴ്സ് ആണ്. അവർക്ക് ഫെബ്രുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 1030 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചു. മാർച്ച് ആയപ്പോൾ 1014 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ നെഗറ്റീവ് 1.5% ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 11.7% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അടുത്ത ഫൈനലി ടോപ്പ് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് ടോപ്പ് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഒരു മാറ്റം വന്നിട്ടില്ല. ഇനി ഫ്യൂച്ചർ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഫെബ്രുവരി മാസം സെയിൽസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 4,816 വണ്ടി അവർ സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതേ സ്ഥാനത്ത് മാർച്ച് ആയപ്പോൾ 6,382 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ പോസിറ്റീവ് 32.5% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിലും ഗ്രോത്ത് ആണ് പോസിറ്റീവ് 7.6% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 1ാം സ്ഥാനത്ത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അടുത്തൊരു 2-3 മാസം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കുറച്ച് നാളും കൂടി എന്തായാലും ടാറ്റ മോട്ടോഴ്സ് ടോപ്പിൽ തന്നെ ഉണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ മാരുതി ഇറങ്ങിയാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ കംപ്ലയിൻസ് എന്തായാലും ഉണ്ടാവും. അപ്പം ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ നമുക്കറിയാം പെട്രോൾ സെഗ്മെൻറ്റ് പോലെയല്ല. ഇപ്പോൾ ടാറ്റ ആ ഭാഗത്ത് കുറേ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും പോസിറ്റീവ് ഗ്രോത്ത് ആണ് ടാറ്റയിൽ കാണിക്കുന്നത്. അതായത് എസ്പെഷ്യലി നമ്മുടെ EV സെഗ്മെൻറ്റിൽ. പിന്നെ സെയിൽസിൻ്റെ കേസിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സർവീസും കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ മാറ്റി വരുന്നുണ്ട്. കംപ്ലീറ്റ് മാറി ഞാൻ പറയുന്നില്ല, നിങ്ങൾ വെറുതെ കമൻറ്റ് ബോക്സിൽ പറയേണ്ട ആവശ്യമില്ല. ടാറ്റ സപ്പോർട്ട് പറയുന്നതല്ല, പക്ഷേ കുറേ മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ ഉള്ളത് ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടി തന്നെയാണ്, ടിഗോറാണ് എൻ്റെ ഉള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ അത് വളരെ ഹാപ്പിയാണ്. അപ്പം ആക്ച്വലി ഡിസർവിങ് ഒരു റോൾ തന്നെയാണ് ടാറ്റ പ്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു 1ാം സ്ഥാനം അവർ അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്ന കഴിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങളെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ധാരാളം EV അപ്ഡേറ്റ്സ് ആണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധാരാളം വീഡിയോസ് ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ്. അപ്പോൾ സമയം കിട്ടാറില്ല, എന്നാലും മാക്സിമം സമയം കണ്ടുപിടിച്ച് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ധാരാളം അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ തീർച്ചയായും എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.